കേരളവും പദ്ധതികളും. കേരള സംസ്ഥാനം രൂപീകരിച്ചതിൻ്റെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് കേരള സർക്കാർ ആരംഭിച്ച സമഗ്ര വികസന പദ്ധതിയാണ് നവകേരള മിഷൻ. അപ്പോൾ കേരള സംസ്ഥാനം രൂപീകരിച്ചതിൻ്റെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് കേരള സർക്കാർ ആരംഭിച്ച സമഗ്ര വികസന പദ്ധതിയാണ് നവകേരള മിഷൻ. നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് 2016 നവംബർ 10 ഗവർണർ പി സദാശിവമാണ്. അപ്പോൾ 2016 നവംബർ 10 ഗവർണർ പി സദാശിവമാണ് നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത്. നവകേരള മിഷനിൽ ഉൾപ്പെട്ട പദ്ധതികൾ എന്തൊക്കെയാണ്? ഹരിത കേരളം, ആർദ്രം, ലൈഫ്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. അപ്പം നവകേരള മിഷനിൽ ഉൾപ്പെട്ട പദ്ധതികളാണ് ഹരിത കേരളം, ആർദ്രം, ലൈഫ്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ഭവനരഹിതർക്ക് ഭവനം യാഥാർത്ഥ്യമാക്കാൻ കേരള സർക്കാർ നവകേരള മിഷന്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതിയാണ് ലൈഫ്. ലൈഫിൻ്റെ ഫുൾ ഫോം ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് എന്നാണ്. അപ്പോൾ ഭവനരഹിതർക്ക് ഭവനം യാഥാർത്ഥ്യമാക്കാൻ കേരള സർക്കാർ നവകേരള മിഷന്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതിയാണ് ലൈഫ്. അപ്പോൾ ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് എന്നാണ് ലൈഫിൻ്റെ ഫുൾ ഫോം. അഞ്ചാമത്തത്, സർക്കാർ ആശുപത്രികൾ ജനസൗഹൃദ ആശുപത്രികളാക്കി മാറ്റാനുള്ള നവകേരള മിഷന്റെ ഭാഗമായ പദ്ധതിയാണ് ആർദ്രം. അപ്പോൾ സർക്കാർ ആശുപത്രികൾ ജനസൗഹൃദ ആശുപത്രികളാക്കി മാറ്റാനുള്ള നവകേരള മിഷന്റെ ഭാഗമായ പദ്ധതിയാണ് ആർദ്രം. വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനത്തിനായി നവകേരള മിഷന്റെ ഭാഗമായ പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനത്തിനായി നവകേരള മിഷന്റെ ഭാഗമായിട്ടുള്ള പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. പരിസ്ഥിതി സംരക്ഷണം, ജലം, മാലിന്യ നിർമ്മാർജ്ജനം എന്നിവ ലക്ഷ്യമിട്ട് ആരംഭിച്ച നവകേരള മിഷന്റെ ഭാഗമായ പദ്ധതിയാണ് ഹരിത കേരളം. അപ്പോൾ പരിസ്ഥിതി സംരക്ഷണം, ജലം, മാലിന്യ നിർമ്മാർജ്ജനം എന്നിവ ലക്ഷ്യമിട്ട് ആരംഭിച്ച നവകേരള മിഷന്റെ ഭാഗമായ പദ്ധതിയാണ് ഹരിത കേരളം. ഹരിത കേരളം പദ്ധതിയുടെ ലക്ഷ്യം പച്ചയിലൂടെ വൃത്തിയിലേക്ക് എന്നാണ്. ഹരിത കേരളം പദ്ധതിയുടെ ലക്ഷ്യം പച്ചയിലൂടെ വൃത്തിയിലേക്ക്. ഹരിത കേരളം പദ്ധതി എന്നാണ് ഉദ്ഘാടനം ചെയ്തത്? 2016 ഡിസംബർ 8 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഹരിത കേരളം പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 2016 ഡിസംബർ 8 പിണറായി വിജയനാണ്. ഹരിത കേരളം പദ്ധതിയുടെ അധ്യക്ഷൻ പിണറായി വിജയനാണ്. ഹരിത കേരളം പദ്ധതിയുടെ അധ്യക്ഷൻ പിണറായി വിജയനാണ്. ഹരിത കേരളം പദ്ധതിയുടെ ഉപാധ്യക്ഷനാണ് TN സീമ. ഹരിത കേരളം പദ്ധതിയുടെ ഉപാധ്യക്ഷൻ TN സീമയാണ്. ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡറാണ് KJ യേശുദാസ്. ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ KJ യേശുദാസ് ആണ്. വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്ന പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ്. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്ന പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന സാക്ഷരതാ മിഷൻ പദ്ധതിയാണ് ചങ്ങാതി. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന സാക്ഷരതാ മിഷൻ പദ്ധതിയാണ് ചങ്ങാതി. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുള്ള ചികിത്സാ സഹായ പദ്ധതിയാണ് സമാശ്വാസം. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുള്ള ചികിത്സാ സഹായ പദ്ധതിയാണ് സമാശ്വാസം. കേരള ഗവൺമെൻറ്റിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതം. കേരള ഗവൺമെൻറ്റിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതം. സുകൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ്. അപ്പം മമ്മൂട്ടിയാണ് സുകൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായുള്ള ആരോഗ്യ സാമൂഹ്യ പരിരക്ഷയാണ് വയോമിത്രം. അപ്പോൾ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായുള്ള ആരോഗ്യ സാമൂഹ്യ പരിരക്ഷയാണ് വയോമിത്രം. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശുഭയാത്ര. അപ്പോൾ റോഡ് അപകടങ്ങൾ കുറയ്ക്കാനായിട്ട് കേരള ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് ശുഭയാത്ര. ശുഭയാത്ര പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ്. അപ്പോൾ മോഹൻലാലാണ് ശുഭയാത്ര പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ.
ചൂഷണങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സഹായം നൽകുന്ന കുടുംബശ്രീ പദ്ധതിയാണ് സ്നേഹിത. ചൂഷണങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സഹായം നൽകുന്ന കുടുംബശ്രീ പദ്ധതിയാണ് സ്നേഹിത. കേരളത്തിൽ ഉൾനാടൻ ജലാശയ മത്സ്യകൃഷി വിപുലമാക്കുന്നതിനായി ഫിഷറീസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും. അപ്പോൾ കേരളത്തിൽ ഉൾനാടൻ ജലാശയ മത്സ്യകൃഷി വിപുലമാക്കുന്നതിനായിട്ട് ഫിഷറീസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും. കേരള ഗവൺമെൻറ്റിൻ്റെ ടെലി മെഡിസിൻ പദ്ധതിയാണ് ഇ-സഞ്ജീവനി. കേരള ഗവൺമെൻറ്റിൻ്റെ ടെലി മെഡിസിൻ പദ്ധതിയാണ് ഇ-സഞ്ജീവനി. സ്ത്രീ പുരുഷ അസമത്വം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ സ്ഥാപിക്കുന്ന ജെൻഡർ പാർക്കാണ് തൻ്റെടം. സ്ത്രീ പുരുഷ അസമത്വം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ സ്ഥാപിക്കുന്ന ജെൻഡർ പാർക്കാണ് തൻ്റെടം. കേരളത്തിൽ തൻ്റെടം ജെൻഡർ പാർക്ക് ആരംഭിക്കുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. അപ്പോൾ കേരളത്തിൽ കോഴിക്കോടാണ് തൻ്റെടം ജെൻഡർ പാർക്ക് സ്ഥാപിക്കുന്നത്. 2025 ക്ഷയരോഗ നിവാരണം എന്ന ലക്ഷ്യത്തിലെത്താൻ കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് എൻ്റെ ക്ഷയരോഗ മുക്ത കേരളം. 2025 ക്ഷയരോഗ നിവാരണം എന്ന ലക്ഷ്യത്തിലെത്താൻ കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് എൻ്റെ ക്ഷയരോഗ മുക്ത കേരളം. കേരളത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്നതിനായി IT മിഷനും സാക്ഷരതാ മിഷനും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ഞാനും ഡിജിറ്റലായി. കേരളത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്നതിനായി IT മിഷനും സാക്ഷരതാ മിഷനും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ഞാനും ഡിജിറ്റലായി. COVID-19 അവധിക്കാലത്ത് വിദ്യാർത്ഥികളുടെ സർഗാത്മകത പ്രോത്സാഹിപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അക്ഷരവൃക്ഷം. COVID-19 അവധിക്കാലത്ത് വിദ്യാർത്ഥികളുടെ സർഗാത്മകത പ്രോത്സാഹിപ്പിക്കാനായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അക്ഷരവൃക്ഷം. പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. അപ്പോൾ പൂർണ്ണമായിട്ടും കിടപ്പിലായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. സ്വന്തമായി വാസസ്ഥലമില്ലാത്തതും സംരക്ഷിക്കാൻ മറ്റാരും ഇല്ലാത്തതുമായ ജയിൽ മോചിതരായ തടവുകാരെ താമസിപ്പിക്കുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തണലിടം. അപ്പോൾ എന്താണ് തണലിടം? സ്വന്തമായി വാസസ്ഥലമില്ലാത്തതും സംരക്ഷിക്കാൻ മറ്റാരും ഇല്ലാത്തതുമായ ജയിൽ മോചിതരായ തടവുകാരെ താമസിപ്പിക്കുന്നതിനായിട്ട് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തണലിടം. ശബരിമലയും പരിസരവും മാലിന്യ നിർമ്മാർജ്ജനം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം. അപ്പോൾ ശബരിമലയിലും പരിസരങ്ങളിലും മാലിന്യ നിർമ്മാർജ്ജനം നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം. ജന്മനായുള്ള ഹൃദയവൈകല്യങ്ങളാലും മറ്റ് ഗുരുതര രോഗങ്ങളാലും കഷ്ടപ്പെടുന്ന 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് താലോലം. അപ്പോൾ എന്താണ് താലോലം? ജന്മനായുള്ള ഹൃദയവൈകല്യങ്ങളാലും മറ്റു ഗുരുതര രോഗങ്ങളാലും കഷ്ടപ്പെടുന്ന 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് താലോലം. താലോലം പദ്ധതി നിലവിൽ വന്നതെന്നാണ് 2010 ജനുവരി 1. 2010 ജനുവരി 1 താലോലം പദ്ധതി നിലവിൽ വന്നത്. സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നാട്ടുമാന്തോപ്പുകൾ. സുഗതകുമാരിയുടെ സ്മരണയ്ക്കായിട്ട് സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് നാട്ടുമാന്തോപ്പുകൾ. പൊതുജനാരോഗ്യ മേഖലയിൽ രാജ്യത്തെ മികച്ച മാതൃകാ പദ്ധതിയായി കേന്ദ്ര ഗവൺമെൻറ് തിരഞ്ഞെടുത്തത് അക്ഷയ കേരളമാണ്. അപ്പോൾ പൊതുജനാരോഗ്യ മേഖലയിൽ രാജ്യത്തെ മികച്ച മാതൃകാ പദ്ധതിയായിട്ട് കേന്ദ്ര ഗവൺമെൻറ് തിരഞ്ഞെടുത്തത് അക്ഷയ കേരളമാണ്. കൃഷി വകുപ്പും സംസ്ഥാന ശിശുക്ഷേമ വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന കാർഷിക പദ്ധതിയാണ് കൃഷിപാഠം. കൃഷി വകുപ്പും സംസ്ഥാന ശിശുക്ഷേമ സമിതി വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന കാർഷിക പദ്ധതിയാണ് കൃഷിപാഠം. ട്രാൻസ്ജെൻഡേഴ്സ് തുടർ വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമന്വയ. ട്രാൻസ്ജെൻഡേഴ്സിന് തുടർ വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമന്വയ. ഗവൺമെൻറ്റിൻ്റെ എല്ലാ ആരോഗ്യ ചികിത്സാ പദ്ധതികളും ഒരുമിച്ച് കൊണ്ടുള്ള പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷ അഥവാ കാസ്പ്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ ആരോഗ്യ ചികിത്സാ പദ്ധതികളും ഒരുമിച്ച് കൊണ്ടുള്ള പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷ അഥവാ കാസ്പ്.
സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ് ഒപ്പം. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ് ഒപ്പം. വിഷരഹിതമായ മീൻ സംസ്ഥാനത്തൊട്ടാകെ വിതരണം ചെയ്യുന്നതിനായിട്ട് മത്സ്യഫെഡിന് കീഴിൽ ആരംഭിച്ച പദ്ധതിയാണ് ഫ്രഷ് മീൻ. വിഷരഹിതമായ മീൻ സംസ്ഥാനത്തൊട്ടാകെ വിതരണം ചെയ്യാനായിട്ട് മത്സ്യഫെഡിന് കീഴിൽ ആരംഭിച്ച പദ്ധതിയാണ് ഫ്രഷ് മീൻ. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ ആവശ്യാനുസരണം സ്റ്റഡി മെറ്റീരിയൽ തയ്യാറാക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് വൈറ്റ് ബോർഡ്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ ആവശ്യാനുസരണം സ്റ്റഡി മെറ്റീരിയൽസ് തയ്യാറാക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് വൈറ്റ് ബോർഡ്. കോവിഡ് പ്രതിരോധത്തിന് നൂതന ആശയം സമർപ്പിക്കാൻ ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് ബ്രേക്ക് കൊറോണ. കോവിഡ് പ്രതിരോധത്തിന് നൂതന ആശയം സമർപ്പിക്കാൻ ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് ബ്രേക്ക് കൊറോണ. ബാലവേല ചൂഷണത്തിനെതിരെ സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കിയ പദ്ധതിയാണ് ശരണബാല്യം. ബാലവേല ചൂഷണത്തിനെതിരെ സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ശരണബാല്യം. പ്രവാസികളുടെ പുനരധിവാസത്തിനായിട്ട് കേരള ഗവൺമെൻറ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഡ്രീം കേരള. പ്രവാസികളുടെ പുനരധിവാസത്തിനായിട്ട് കേരള ഗവൺമെൻറ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഡ്രീം കേരള. സർക്കാർ ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. അപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. അതിഥി തൊഴിലാളികൾക്കായുള്ള താമസ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് അപ്നാഗർ. അതിഥി തൊഴിലാളികൾക്കായിട്ട് താമസ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് അപ്നാഗർ. കുട്ടികളുടെ സാമൂഹിക മികവ് ഉയർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാനും ആയി ആരംഭിക്കുന്ന പദ്ധതിയാണ് സഹിതം. കുട്ടികളുടെ സാമൂഹിക മികവ് ഉയർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാനും ആയി ആരംഭിക്കുന്ന പദ്ധതിയാണ് സഹിതം. പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിന് സഹായം നൽകുന്ന സർക്കാർ പദ്ധതിയാണ് സഫലം. പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിന് സഹായം നൽകുന്ന സർക്കാർ പദ്ധതിയാണ് സഫലം. കേൾവി വൈകല്യമുള്ള കുട്ടികളിൽ സൗജന്യ കോക്ലിയർ ശസ്ത്രക്രിയയ്ക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ് ശ്രുതിതരംഗം. അപ്പോൾ കേൾവി വൈകല്യമുള്ള കുട്ടികളിൽ സൗജന്യ കോക്ലിയർ ശസ്ത്രക്രിയയ്ക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ് ശ്രുതിതരംഗം. ജന്മന ഹൃദ്രോഗങ്ങളുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം നൽകുന്ന സർക്കാർ പദ്ധതിയാണ് ഹൃദ്യം. അപ്പോൾ എന്താണ് ഹൃദ്യം? ജന്മന ഹൃദ്രോഗങ്ങളുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം നൽകുന്ന സർക്കാർ പദ്ധതിയാണ് ഹൃദ്യം. ഭിന്നശേഷിക്കാർക്കുള്ള തൊഴിൽ പുനരധിവാസ പദ്ധതിയാണ് കൈവല്യ. ഭിന്നശേഷിക്കാർക്കുള്ള തൊഴിൽ പുനരധിവാസ പദ്ധതിയാണ് കൈവല്യ. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ്. അപ്പം മൃതസഞ്ജീവനി പദ്ധതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ്. മേക്ക് ഇൻ കേരള പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ്. മേക്ക് ഇൻ കേരള പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ്. അവിവാഹിതരായ സ്ത്രീകൾക്ക് വരുമാനമാർഗം കണ്ടെത്താനുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയാണ് ശരണ്യ. അവിവാഹിതരായ സ്ത്രീകൾക്ക് വരുമാനമാർഗം കണ്ടെത്താനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയാണ് ശരണ്യ. തൊഴിലുറപ്പ് പദ്ധതിയുടെ നേതൃത്വത്തിൽ 50,000 പേർക്ക് തൊഴിൽ നൽകുന്ന പദ്ധതിയാണ് അതിജീവനം കേരളീയം. തൊഴിലുറപ്പ് പദ്ധതിയുടെ നേതൃത്വത്തിൽ 50,000 പേർക്ക് തൊഴിൽ നൽകുന്ന പദ്ധതിയാണ് അതിജീവനം കേരളീയം. പട്ടികവർഗക്കാരെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാനായി ആരംഭിച്ച പദ്ധതിയാണ് ഹരിതരശ്മി. പട്ടികവർഗക്കാരെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഹരിതരശ്മി. കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് വിമുക്തി. കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് വിമുക്തി. വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കറാണ്. വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കറാണ്. കൃഷി, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം എന്നീ മേഖലയുടെ പുനരുജ്ജീവനത്തിന് സംസ്ഥാന ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം. കൃഷി, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം എന്നീ മേഖലയുടെ പുനരുജ്ജീവനത്തിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം. സ്ത്രീകൾക്ക് ആദ്യ പ്രസവത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃവന്ദന യോജന.
സ്ത്രീകൾക്ക് ആദ്യ പ്രസവത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃവന്ദന യോജന. വിവാഹ ധനസഹായ പദ്ധതിയാണ് പ്രത്യാശ. വിവാഹ ധനസഹായ പദ്ധതിയാണ് പ്രത്യാശ. കടലും തീരപ്രദേശവും മാലിന്യമുക്തമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ശുചിത്വ സാഗരം. കടലും തീരപ്രദേശവും മാലിന്യമുക്തമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ശുചിത്വ സാഗരം. വിധവകളുടെ പുനർവിവാഹത്തിനായിട്ട് കേരള ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് മംഗല്യ. വിധവകളുടെ പുനർവിവാഹത്തിനായിട്ട് കേരള ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് മംഗല്യ. സംസ്ഥാനത്ത് വിഷരഹിത പച്ചക്കറികളുടെ ഉൽപ്പാദനം ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ജീവനി. സംസ്ഥാനത്ത് വിഷരഹിത പച്ചക്കറികളുടെ ഉൽപ്പാദനം ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ജീവനി. ഭിന്നശേഷിക്കാർക്കായിട്ട് സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കുന്ന സമ്പൂർണ്ണ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് അനാമയം. ഭിന്നശേഷിക്കാർക്കായിട്ട് സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കുന്ന സമ്പൂർണ്ണ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് അനാമയം. കേരളത്തിലെ കാഴ്ച പരിമിതരായ വിദ്യാർത്ഥികളുടെ വായനാ പ്രതിസന്ധിക്ക് പരിഹാരമായി SCERT ആരംഭിച്ച പദ്ധതിയാണ് ശ്രുതിപാഠം. കേരളത്തിലെ കാഴ്ച പരിമിതരായ വിദ്യാർത്ഥികളുടെ വായനാ പ്രതിസന്ധിക്ക് പരിഹാരമായിട്ട് SCERT ആരംഭിച്ച പദ്ധതിയാണ് ശ്രുതിപാഠം. കേൾവി പരിമിതി നേരിടുന്നവർക്ക് ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ്സ് വിതരണം ചെയ്യുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് ശ്രവൺ. അപ്പോൾ എന്താണ് ശ്രവൺ? കേൾവി പരിമിതി നേരിടുന്നവർക്ക് ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ്സ് വിതരണം ചെയ്യുന്ന കേരള ഗവൺമെൻറ് പദ്ധതിയാണ് ശ്രവൺ. COVID-19 മൂലം ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി കുടുംബശ്രീ വഴി വായ്പ നൽകുന്ന പദ്ധതിയാണ് സഹായഹസ്തം. COVID-19 മൂലം ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി കുടുംബശ്രീ വഴി വായ്പ നൽകുന്ന പദ്ധതിയാണ് സഹായഹസ്തം. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനായിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് എൽസ. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനായിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് എൽസ. കേരളത്തിലെ ടാക്സി ഉടമകളും തൊഴിലാളികളും ആരംഭിച്ച ഓൺലൈൻ ടാക്സി സർവീസാണ് കേര ക്യാബ്സ്. അതാദ്യം ആരംഭിച്ചത് മലപ്പുറത്താണ്. അപ്പോൾ കേരളത്തിലെ ടാക്സി ഉടമകളും തൊഴിലാളികളും ആരംഭിച്ച ഓൺലൈൻ ടാക്സി സർവീസാണ് കേര ക്യാബ്സ്. അത് ആദ്യം ആരംഭിച്ചത് മലപ്പുറത്താണ്. കേരള ഗവൺമെൻറ് യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന പദ്ധതിയാണ് എറൈസ് പദ്ധതി. കേരള ഗവൺമെൻറ് യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന പദ്ധതിയാണ് എറൈസ് പദ്ധതി. കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങൾക്ക് തൊഴിൽ സാധ്യതകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അതിജീവനം കേരളം. കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങൾക്ക് തൊഴിൽ സാധ്യതകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അതിജീവനം കേരളം. ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്ക് താങ്ങായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് പ്രശാന്തി. ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്ക് കൈത്താങ്ങായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് പ്രശാന്തി. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇ-ക്യൂബ്. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനായി സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇ-ക്യൂബ്. തൊഴിൽ രഹിതരായ മുതിർന്ന പൗരന്മാർക്കായിട്ട് ഗവൺമെൻറ് ആരംഭിക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. തൊഴിൽ രഹിതരായ മുതിർന്ന പൗരന്മാർക്കായിട്ട് ഗവൺമെൻറ് ആരംഭിക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. വിദ്യാർത്ഥികളുടെ ശാരീരിക മാനസിക ആരോഗ്യം ഉറപ്പാക്കാനും അവരെ കായിക മികവിലേക്ക് ഉയർത്താനും വേണ്ടി സ്കൂളുകളിൽ കേരള കായിക വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്ലേ ഫോർ ഹെൽത്ത്. അപ്പോൾ എന്താണ് പ്ലേ ഫോർ ഹെൽത്ത്? വിദ്യാർത്ഥികളുടെ ശാരീരിക മാനസിക ആരോഗ്യം ഉറപ്പാക്കാനും അവരെ കായിക മികവിലേക്ക് ഉയർത്താനും വേണ്ടി സ്കൂളുകളിൽ കേരള കായിക വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്ലേ ഫോർ ഹെൽത്ത്. വനിതാ ശിശുവികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ പോഷകാഹാരങ്ങൾ ഉൾക്കൊള്ളിച്ച് അങ്കണവാടികളിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്മാർട്ട് ഡയറ്റ്. എന്താണ് സ്മാർട്ട് ഡയറ്റ്? വനിതാ ശിശുവികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ പോഷകാഹാരങ്ങൾ ഉൾക്കൊള്ളിച്ച് അങ്കണവാടികൾ നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്മാർട്ട് ഡയറ്റ്. സംസ്ഥാനത്ത് ഔഷധ മാലിന്യം മൂലം ആരോഗ്യരംഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രൂപീകരിച്ച പദ്ധതിയാണ് കർസാപ്പ്. കർസാപ്പ് എന്ന് പറഞ്ഞാൽ കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്നാണ്. സംസ്ഥാനത്ത് ഔഷധ മാലിന്യം മൂലം ആരോഗ്യരംഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രൂപീകരിച്ച പദ്ധതിയാണ് കർസാപ്പ്. KARSAP.
കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന കേരള ഗവൺമെൻറ് പദ്ധതിയാണ് ശ്രുതി തരംഗം. ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവയ്ക്കാൻ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന കേരള ഗവൺമെൻറ് പദ്ധതിയാണ് ശ്രുതി തരംഗം. അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായിട്ട് ആരംഭിച്ച കേരള ഗവൺമെൻറ് പദ്ധതിയാണ് സ്നേഹസ്പർശം. എന്താണ് സ്നേഹസ്പർശം? അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായിട്ട് ആരംഭിച്ച കേരള ഗവൺമെൻറ് പദ്ധതിയാണ് സ്നേഹസ്പർശം. ഹീമോഫീലിയ, ഹീമോഗ്ലോബിനോപ്പതി രോഗികൾക്കായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആശാധാര പദ്ധതി. അപ്പോൾ എന്താണ് ആശാധാര പദ്ധതി? ഹീമോഫീലിയ, ഹീമോഗ്ലോബിനോപ്പതി രോഗികൾക്കായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആശാധാര പദ്ധതി. അടുത്തത്, അഭ്യസ്തവിദ്യരായ യുവതീ യുവാക്കൾക്ക് തൊഴിൽ കണ്ടെത്തുന്നതിനായിട്ട് കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് കണക്റ്റ് ടു വർക്ക്. അഭ്യസ്തവിദ്യരായ യുവതീ യുവാക്കൾക്ക് തൊഴിൽ കണ്ടെത്തുന്നതിനായിട്ട് കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് കണക്റ്റ് ടു വർക്ക്. അടുത്തത്, ബധിര മൂക കുട്ടികൾക്കായിട്ട് 1997 തിരുവനന്തപുരത്ത് സ്ഥാപിച്ച സ്ഥാപനമാണ് നിഷ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. നിഷ്. അപ്പോൾ എന്താണ് നിഷ്? ബധിര മൂക കുട്ടികൾക്കായിട്ട് 1997 തിരുവനന്തപുരത്ത് ആരംഭിച്ച സ്ഥാപനമാണ് നിഷ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. അടുത്ത ചോദ്യം, വായുവിലൂടെ പകരുന്ന രോഗങ്ങളെ തടയാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തൂവാല വിപ്ലവം. അപ്പോൾ എന്താണ് തൂവാല വിപ്ലവം? വായുവിലൂടെ പകരുന്ന രോഗങ്ങളെ തടയാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തൂവാല വിപ്ലവം. താങ്ക് യു.